ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 9ാം ക്ലാസ്സിലെ 6th ചാപ്റ്റർ ലൈൻസ് ആൻഡ് ആംഗിൾസ്. ഈ ചാപ്റ്ററിലെ എക്സസൈസ് 6.2 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ഫിഗർ 6.23 ഇവരോട് കൊടുത്തിട്ടുണ്ട്. ഇഫ് എ ബി പാരലൽ സി ഡി, എ ബിയും സി ഡിയും പാരലാണ്, അതുപോലെ സി ഡി പാരലൽ ഇ എഫ്, സി ഡിയും ഇ എഫും പാരലാണ്, ആൻഡ് y ഈസ് ടു സെഡ് ഈക്വൽ ടു 3:7. ഫൈൻഡ് എക്സ്. വൈയും സെഡും തമ്മിലുള്ള റേഷ്യോ വന്നിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഗിവൺ എ ബി പാരലൽ സി ഡി, അതുപോലെ സി ഡി പാരലൽ ഇ എഫ്, പിന്നെ y ഈസ് ടു സെഡ് ഈക്വൽ ടു 3:7 എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ എക്സ് ഈക്വൽ ടു എത്ര, എക്സ് കണ്ടുപിടിക്കണം. ഇവിടെ ഫിഗറിൽ നോക്കുക, നമുക്ക് y ഈസ് ടു സെഡ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ വൈയുടെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എടുത്താൽ ഇതിന് തൽക്കാലം ഞാൻ പി എന്നൊരു പേര് കൊടുക്കും. അപ്പോൾ ഇവിടെ y ഈസ് ഈക്വൽ ടു പി, ആംഗിൾ y ഈസ് ഈക്വൽ ടു ആംഗിൾ പി. ഇതിന്റെ കാരണം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ ഇനി y ഈസ് ഈക്വൽ ടു പി ആണ്. അപ്പോൾ ഇവിടെ പിയും സെഡും ഇത് രണ്ടും കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഈ രണ്ട് ലൈൻസും പാരലായിരുന്നു. അതുകൊണ്ട് തന്നെ പി പ്ലസ് സെഡ് ഈക്വൽ ടു 180 ഡിഗ്രി, കാരണം കോ ഇന്റീരിയർ ആംഗിൾസ്. പിയും വൈയും ഈക്വൽ ആണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ പി പ്ലസ് സെഡ് 180 ആണെങ്കിൽ അത് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്കിവിടെ y ഈസ് ടു സെഡ് ഈക്വൽ ടു 3:7 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലെറ്റ് y ഈക്വൽ ടു 3a എന്നും z ഈക്വൽ ടു 7a എന്നും വിചാരിക്കുക. y പ്ലസ് z ഈക്വൽ ടു 180 നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ yക്ക് പകരം 3a പ്ലസ് 7a ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ 10a ഈക്വൽ ടു 180 ഡിഗ്രി. therefore a ഈക്വൽ ടു 180 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 18 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് y കണ്ടുപിടിക്കാം. y ഈക്വൽ ടു 3a ആണ്, ഈക്വൽ ടു 3 ഇൻറ്റു 18 ആണ്, ഈക്വൽ ടു 54 ഡിഗ്രി എന്ന് കിട്ടും വൈയുടെ വാല്യൂ. ഇനി വീണ്ടും ഇവിടെ നോക്കുക, എ ബിയും സി ഡിയും പാരലാണ്. അപ്പോൾ എക്സും വൈയും അവിടെ കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ അടുത്ത് നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം, കാരണം അതും കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്, കോ ഇന്റീരിയർ ആംഗിൾസ്. അപ്പോൾ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ നമുക്ക് 54 എന്ന് കിട്ടി. 54 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. therefore x ഈക്വൽ ടു 180 മൈനസ് 54 ഈക്വൽ ടു 126 ഡിഗ്രി. 126 ഡിഗ്രി. നമുക്കിവിടെ x ഈക്വൽ ടു 126 ഡിഗ്രി എന്ന് ആൻസർ കിട്ടി. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻ ഫിഗർ 6.24. 6.24 ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. എ ബി പാരലൽ സി ഡി, ഇ എഫ് പെർപെൻഡിക്കുലർ ടു സി ഡി. ഇ എഫ് ഇതാണ്, ഇ എഫ് പെർപെൻഡിക്കുലർ ടു സി ഡി. അപ്പോൾ ഇത് 90 ഡിഗ്രി നമുക്ക് കിട്ടി. ആംഗിൾ ജി ഇ ഡി 126 ഡിഗ്രി. ജി ഇ ഡി, ഈ ആംഗിൾ മൊത്തം 126 ഡിഗ്രി. ഫൈൻഡ് ആംഗിൾ എ ജി ഇ, ജി ഇ എഫ് ആൻഡ് എഫ് ജി ഇ. ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഫിഗർ വരച്ചിട്ടുണ്ട്. ഇത് 90 ഡിഗ്രിയാണ് നമുക്കറിയാം. ഈ ആംഗിൾ ടോട്ടൽ ആംഗിൾ ജി ഇ ഡി നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾ ജി ഇ ഡി ഈക്വൽ ടു 126 ഡിഗ്രി എന്നറിയാം. അതുപോലെ ഇ എഫ് സി ഡിക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ എഫ് ഇ ഡി നമുക്ക് 90 ഡിഗ്രി എന്നും അറിയാം. ആംഗിൾ ഡി ഇ എഫ് എന്ന് എഴുതാം. ഡി ഇ എഫ്, ഈ ആംഗിൾ ഈക്വൽ ടു 90 ഡിഗ്രി. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. എൻ്റെ റീസൺ ഗിവൺ. ഇവിടെ റീസൺ എഴുതാൻ ഇ എഫ് പെർപെൻഡിക്കുലർ ടു സി ഡി, ഇതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആംഗിൾ ജി ഇ എഫ്. ജി ഇ എഫ്, ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ ജി ഇ എഫ് ഈക്വൽ ടു
അപ്പോൾ ഇത് ടോട്ടൽ 126 ആണ്. അതിൽ നിന്നും ഈ 90 കുറച്ചാൽ മതി. അപ്പോൾ 126 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി ഈക്വൽ ടു നമുക്ക് 36 ഡിഗ്രി എന്ന് കിട്ടി. GEF 36 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് CEG ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ CEG ഈക്വൽ ടു ഈ CEG എന്ന് പറയുന്ന ആംഗിൾ ഈ ടോട്ടൽ ഈ 180 നിന്നും ഈ GED കുറയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് CEG ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. ആംഗിൾ CEG പ്ലസ് ആംഗിൾ GED ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. CGE ഈ ആംഗിൾ പ്ലസ് GED ഈ വലിയ ആംഗിൾ. ഇത് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇതെടുത്തത്. ഇതിൻ്റെ റീസൺ ലീനിയർ പെയർ ആണ്. അപ്പോൾ ആംഗിൾ CEG പ്ലസ് GED നമുക്കറിയാം 126 180 ഡിഗ്രി. Therefore ആംഗിൾ CEG equal to 180 minus 126 equal to 54 ഡിഗ്രി. ഇനി നമുക്ക് വേണ്ടത് FGE വേണം. ആംഗിൾ FGE. അപ്പോൾ FGE പടത്തിൽ നോക്കുക. ഫിഗറിൽ തന്നിരിക്കുന്നത് FGE ഈ ആംഗിളാണ്. അപ്പോൾ ABയും CDയും പാരലാണ്. അതുകൊണ്ട് തന്നെ ഈ ആംഗിളും ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ FGE ഈക്വൽ ടു അത് CEGക്ക് ഈക്വൽ ആണ്. CEG ഈക്വൽ ടു CEGയുടെ വാല്യൂ 54 ഡിഗ്രിയാണ്. അപ്പോൾ 54 ഡിഗ്രി. ഇതിൻ്റെ റീസൺ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ആംഗിൾ ഓരോന്നും എടുത്തെഴുതാം. ആൻസർ കിട്ടി, ഒന്നുകൂടെ എഴുതുന്നത് മാത്രം. ഫൈൻഡ് ആംഗിൾ AGE. ആംഗിൾ AGE. AGE ഈ ആംഗിളാണ്. AGEയും ഇതും ഈക്വൽ ആണ്. AGE ഈക്വൽ ടു GED. അതും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഈക്വൽ ടു അപ്പോൾ 126 ഡിഗ്രി. റീസൺ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ AGE 126 കിട്ടി. രണ്ടാമത്തെ ആംഗിൾ GEF. GEF നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. GEF ഈക്വൽ ടു 36 ഡിഗ്രി. പിന്നെ FGE വേണം. FGE നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. FGE ഈക്വൽ ടു 54 ഡിഗ്രി. ഇപ്പോൾ എല്ലാ ആംഗിളും നമ്മൾ കണ്ടുപിടിച്ചു.